ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഓർക്കിഡ് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അതിലൊരു വെറൈറ്റിയായ സ്പൈഡർ ഓർക്കിഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കാണുന്നതാണ് സ്പൈഡർ ഓർക്കിഡ്. ആ പൂവൻ്റെ കണ്ടാൽ തന്നെ അറിയാം സ്പൈഡറിൻ്റെ ഒരു ഷേപ്പിലാണ് ആ ഒരു പൂ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ കെയറിങ് ഒരുപാട് ആവശ്യമൊന്നും ഇല്ലാത്തൊരു ഓർക്കിഡാണ്. നമ്മൾ മറ്റ് ഓർക്കിഡിനെ കെയർ ചെയ്യുന്നത് പോലെ ഇതിനെ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി ആളിനൊന്ന് പിടിച്ച് നിൽക്കാനായിട്ട് കേട്ടോ. നല്ല ഹൈറ്റിൽ പോകുന്നതാണ്, ഒരു 5 അടി 6 അടി ഹൈറ്റിലൊക്കെ പോകുന്നതാണ് ഈ ഒരു ഓർക്കിഡ്. അതുപോലെ തന്നെ ഇതിൽ പൂക്കളുണ്ടാവാൻ ഇത്തിരി താമസമുണ്ട്. ഉണ്ടായാൽ അത് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും കേട്ടോ. 1 മാസത്തോളം 2 മാസത്തോളം ഒക്കെ നിൽക്കും ഇങ്ങനെ തന്നെ. ഒരു നീണ്ട ഒരു കമ്പിനകത്ത് ഇതേ രീതിയിലാണ് പൂക്കളുണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം മാത്രം നമ്മൾ മുറിച്ചെടുത്ത് വെച്ചാലും അത് കിളിച്ചോളും. അല്ലെങ്കിൽ ഇത്തിരി ലെങ്തിലാണ് നമുക്കിതിൻ്റെ ഒരു കട്ടിങ്സ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചാലും മതി, അത് കിളിച്ചോളും. പിന്നെ ഇതിനാകെ വേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വെയിൽ കിട്ടണം എന്നുള്ളതാണ്. വെയിൽ ഇച്ചിരി അധികം കിട്ടുകയാണെങ്കിൽ പൂക്കൾ ഒരുപാട് ഉണ്ടായിക്കോളും. നമ്മൾ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. മറ്റ് വളങ്ങൾ ഇടുന്ന പോലെ തന്നെ ഇതിനും ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഒരുപാട് വളങ്ങൾ ഇതിനായിട്ട് അങ്ങ് പ്രത്യേകം വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. അത്യാവശ്യം വെയിൽ കൊടുത്താൽ തന്നെ ഇത് പൂക്കളുണ്ടായിക്കോളും, കിളിക്കുകയും ചെയ്തോളും. പിന്നെ വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാടങ്ങ് വാട്ടറിങ് ആവശ്യവുമില്ല. എന്നാൽ ഡെയിലി നനയ്ക്കുകയാണെങ്കിൽ അത് നല്ലതുമാണ്. ആ ഒരു രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ വെയിൽ അത്യാവശ്യം കിട്ടിയാൽ മതി. പിന്നെ ഇതുപോലെ മരത്തിലോ ഇതുപോലെ എന്തെങ്കിലും മരക്കമ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കെട്ടി നിർത്തിയാൽ മതി കേട്ടോ. കെട്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാൽ മതി, അത് കിളിച്ചോളും. നമ്മൾ ഒരുപാട് കെയറിങ് കൊടുക്കാതെ തന്നെ ഇവിടെ പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം കെയറിങ് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്പൈഡർ ഓർക്കിഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.